ഹലോ, ഹായ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണേ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗാണ്. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഏകദേശം ഒരു 6 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചായിരുന്നേ. അപ്പോൾ നമ്മൾ ആദ്യം പോയത് കുമാരകോവിലാണ്. നമ്മൾ തമിഴ്നാട് ഡിസ്ട്രിക്റ്റിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ കുമാരകോവിലാണ് നമ്മൾ ആദ്യം പോയത്. അപ്പോൾ ഇതേ പോകുന്ന വഴിയൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള വഴിയാണ് കേട്ടോ. അമ്പലത്തിൽ പോകുന്ന വഴി നല്ല മലയും കുന്നും നല്ല വാഴത്തോട്ടവും ഒക്കെ കണ്ട് നമ്മളിതേ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ വീഡിയോ ആയിട്ട് എടുക്കാൻ തോന്നുമല്ലോ ആർക്കായാലും. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയത് ബാക്ക് സൈഡിലാണ് കേട്ടോ. അമ്പലത്തിൻ്റെ കാര്യം അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ അത്യാവശ്യം നല്ല സ്റ്റെപ്പ് കയറാനുണ്ട്. അപ്പോൾ അത് കയറാനായിട്ട് മാമിന് പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറകെ സൈഡിലാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ പാടാണ്. അപ്പം നമ്മൾ ബാക്ക് സൈഡിൽ കൂടി കയറുകയാണ് കേട്ടോ. അമ്പലം കാണാൻ നല്ല ഭംഗിയാണ്. അമ്പലത്തിൻ്റെ അന്തരീക്ഷവും നല്ല ഭംഗിയാണ് കേട്ടോ. അത്രയും നല്ല ഒരു അമ്പലമാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് ഞങ്ങളിത് പുറത്ത് ഇറങ്ങാറായി കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ ഈ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ ഫ്രണ്ട് സൈഡിൽ കൂടി കയറാത്തതുകൊണ്ട് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് തൊട്ടടുത്തൊരു ദേവീക്ഷേത്രമുണ്ട്, അവിടേക്കും കൂടി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. പിന്നെ ഇറങ്ങാൻ നേരം ഞങ്ങളൊരു ഫോട്ടോ സെൽഫിക്ക് പോസ് ചെയ്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊരു വീഡിയോ ആയിപ്പോയി. അപ്പം ഞാൻ ഇതിലേക്ക് അത് ഇൻക്ലൂഡ് ചെയ്യുകയാണേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് പോവുകയാണേ. ആ പോകുന്ന വഴിയുണ്ടല്ലോ കാണാൻ എന്തോരം ഭംഗിയാണെന്നറിയോ. ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയായിട്ട് തോന്നിയതേ ഇല്ല, അത്രയും നല്ലത്. ഇത് മറ്റേ കാവടിക്ക് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നതാണ് കേട്ടോ ആ ചേട്ടൻ. അതേ കണ്ടോ, ഇതെന്തോരം ഭംഗിയാണെന്നറിയോ. ഇത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണെന്ന് ഫീലേ ചെയ്തില്ല, അത്രയും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു 2 ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടേക്കും കൂടി നമ്മൾ തൊഴുതിട്ട് നമ്മൾ ഇറങ്ങി. ഈ കാണുന്ന പൂവൊക്കെ എന്തോരം ഫ്രഷാണെന്നറിയോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ അവിടെ കാഷ്നട്ട് ഫാക്ടറിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് സെയിലായിട്ട് കാഷ്നട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു പാക്കറ്റ് കാഷ്നട്ടൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ തൊഴുത് നമ്മൾ നേരെ ഇറങ്ങി. ഇവിടുന്ന് നമ്മൾ അടുത്തത് പോകുന്നത് നാഗർകോവിലോട്ടാണ് കേട്ടോ. കുറേ നാളായി വിചാരിക്കുന്നു നാഗർകോവിലിലെ അമ്പലത്തിലേക്ക് വരണമെന്ന്. അത്രയും ഫേമസ് ആയ ഒരു അമ്പലമല്ലേ. അങ്ങനെ അവിടെ നിന്ന് പാലും നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ മേടിച്ച് നമ്മൾ നേർച്ചയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം അധികം വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, കാര്യം അമ്പലത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം സമയം ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പം ഇങ്ങനെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. കാര്യം വീട്ടിൽ നിന്ന് നമ്മളിരുന്ന് കഴിക്കുമ്പോൾ കിട്ടാത്തൊരു ടേസ്റ്റാണ് നമ്മളിങ്ങനെ പോകുമ്പം കഴിക്കുമ്പോൾ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ അടുത്തത് പോയത് സുചീന്ദ്രത്താണ്. പോകുന്ന വഴിക്ക് നമ്മൾ സുചീന്ദ്രം കൂടി കയറാമെന്ന് വിചാരിച്ചു. ഈ അമ്പലം ഉണ്ടല്ലോ പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതേപോലെ അത്രയും വലിയൊരു അമ്പലമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്ന ഒരു സ്പേസ് കണ്ടപ്പോൾ നമ്മുടെ കർണാടകയിലെ ഉടുപ്പി അമ്പലത്തിൻ്റെ ഒരു ഫീല് തോന്നിയായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല വെയിലായി നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാര്യം അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം പുറത്തുള്ള വീഡിയോസൊക്കെ എടുത്ത് അമ്പലത്തിലൊക്കെ തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം തിരക്ക് കിട്ടിയെന്ന് ഇവിടെയും. പിന്നെ നമ്മൾ അടുത്ത പോകുന്ന കന്യാകുമാരി അമ്പലത്തിലുമാണ് നമുക്ക് അത്യാവശ്യം തിരക്ക് കിട്ടിയത്. കാര്യം ഏകദേശം ഉച്ച സമയമായി ഞങ്ങൾ ഇവിടേക്ക് എത്തിയപ്പോഴേ. അങ്ങനെ നല്ല വെയിൽ കാരണം ഞാനൊരു ഷോളൊക്കെ മൂടി അനിയൻ്റെ ഷാഡോയിൽ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോഴാണ് ഒരു ട്രാക്ടർ കണ്ടത്. നമ്മുടെ നാട്ടിലൊന്നും ഇത് കാണാൻ പോലും ഇല്ലാത്തൊരു സാധനമാണ്. അങ്ങനെ ആ വെയിലത്ത് കരിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് എല്ലാവരും കൂടി. എന്നിട്ട് നമ്മൾ നേരെ അടുത്തത് പോയത് കന്യാകുമാരിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നൊങ്ക് കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തി. പറയുകയാണെങ്കിൽ നൊങ്ക്
കൊള്ളത്തേ ഇല്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മളത് കഴിച്ചില്ല, അത് വെറുതെ അവിടെ കളഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കന്യാകുമാരിയിലോട്ടാണല്ലോ പോയത്. അവിടെ പാർക്ക് ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു. അവസാനം ഒരു പിയാൻ പാർക്കിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് കന്യാകുമാരി അമ്പലത്തിലോട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷേ എന്നാലും നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. അവിടുന്ന് തൊഴുത് നമ്മൾ നേരെ തിരിച്ചിറങ്ങി നേരെ ബീച്ചിലോട്ടാണ് പോയത്. ബീച്ചിലോട്ട് പോകാൻ നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് ബീച്ചിലോട്ട് പോകുന്ന വഴി തെറ്റിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന് ബീച്ചിൻ്റെ അവിടെ പോയി. നല്ല കടൽ നല്ല റഫായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കാലൊക്കെ നനച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് കയറി. ഇതൊരു സെൽഫി എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു പൈനാപ്പിളും മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ പൈനാപ്പിൾ മേടിച്ച് കഴിച്ചു കേട്ടോ, നല്ലതായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ചെറിയൊരു ഷോപ്പിങ്ങിനായിരുന്നു. അമ്മയും കുഞ്ഞിയൊക്കെ തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന് കുറേ സ്പൈസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സീ ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.